ഹേയ് ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ സ്കാരി ടീച്ചറിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ പാർട്ട് 1 കാണാത്തവർ എൻ്റെ ചാനലിൽ അപ്ലോഡഡാണ്. വേഗം പോയി പാർട്ട് 1 കണ്ടിട്ട് ഇത് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്കാരി ടീച്ചറിൻ്റെ പണികളിലോട്ട് കൊടുക്കാം. നമുക്ക് ഇനി വേണ്ടത് ഒരു ക്യാറ്റിനെ നമ്മൾ അൺലോക്ക് ചെയ്ത് വിടണം കേട്ടോ. ഒരു പാവം പിടിച്ച ക്യാറ്റിനെ ഈ സ്കാരി ടീച്ചർ ലോക്ക് ചെയ്തിട്ടേക്കാണ്. സോ നമ്മൾ അതിനെ അൺലോക്ക് ചെയ്യണം. കീ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇവിടെ ഈ റൂം ഏതാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, സോ നമ്മളിവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സ്കാരി ടീച്ചർ താഴെ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. വൺസ് സ്കാരി ടീച്ചർ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ഓക്കെ. ആളിപ്പോൾ കിച്ചണിലാണ്. ബട്ട് സ്റ്റിൽ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. പുള്ളിക്കാരി പുറത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കീ എടുത്തിട്ട് ഈ പൂച്ചേനെ തുറന്നു വിടാം. നമുക്ക് ഇഷ്ടം പോലെ സമയമൊന്നുമില്ല ഗൈസ്. പണി നമുക്ക് ഇറങ്ങി പോകാൻ സ്ഥലം കിട്ടുന്നില്ലല്ലോ. OMG, നമുക്ക് രക്ഷപ്പെട്ടു. യെസ് ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ ആ ക്യാറ്റിനെ അൺലോക്ക് ആക്കി കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് സ്കാരി ടീച്ചർ ഓടി നമ്മൾ പേടിച്ചു. ഓക്കെ, ഇറ്റ്സ് ടൈം ടു റൂയിൻ മിസ്റ്റീസ് ബർത്ത്ഡേ ആൻഡ് സ്റ്റീൽ ഹർ ജോയ് ജസ്റ്റ് ലൈക്ക് ഷീ ഡൺ ടു ഓൾ ദ കിഡ്സ് ഇൻ സ്കൂൾ. ബ്ലോ അപ്പ് ഹർ കേക്ക് ആൻഡ് എൻജോയ് ദ ഫയർ വർക്ക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ മാറ്റിയിട്ട് ഫയർ ക്രാക്ക് അവിടെ വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് നമ്മൾ കേക്കിൽ ഫിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം കേക്ക് അവിടെ വെക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കേക്ക് എടുത്തു, അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങോട്ടാ പുള്ളിക്കാരി പോകണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് എവിടെയാ? മുകളിൽ കയറിയോ? ഇത് ഒരു ഐഡിയ ഇല്ലല്ലോ. നമുക്ക് പുള്ളിക്കാരി എന്തോ തുടച്ചുകൊണ്ടിരിക്കുകയാണോ? ഗൈസ്, നമുക്ക് ഫയർ ക്രാക്ക് കിട്ടി. നമുക്ക് ഒന്ന് പുള്ളിക്കാരി പുറത്തോട്ടാണ് വന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം. കാരണം നമ്മളെങ്ങാനും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കഴുത്തെ പൊടിക്കും. അതുതന്നെ നമുക്ക് മുകളിൽ പോകുമ്പോൾ സെറ്റാക്കാം. ഇപ്പം എങ്ങോട്ടേ പോണേ? ഗൈസ്, പുറത്തോട്ടാണ് തന്നെ. നമുക്ക് കുറച്ചും കൂടെ നീങ്ങിയേക്കാം. നീങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ കാണുമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ആൾ പുറത്തോട്ടാണ് തന്നെ. ഇപ്പോൾ പുറത്ത് എന്ത് ചെയ്യാൻ വന്നതാണോ ആവോ, അറിയില്ല കേട്ടോ. പുറത്ത് ചുമ്മാ വന്നേക്കുന്നതാണ് തോന്നുന്നത്. ചിലപ്പോൾ നമ്മുടെ മാപ്പ് അവരുടെ കയ്യിലുണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. പുറത്ത് എന്തിപ്പോൾ ചെയ്യുന്നത്? ഗാർഡനിങ്ങോ? പുള്ളിക്കാരി നമ്മൾ നിൽക്കുന്ന കറക്റ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ പുള്ളിക്കാരിക്ക് ഗേറ്റിൻ്റെ പുറത്ത് വരാൻ പറ്റില്ല.
നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റില്ല. പുള്ളിക്കാരി എന്തായാലും മുകളിലത്തെ ഫ്ലോറിലോട്ട് പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മുകളിൽ പോട്ടെ, അല്ലാതെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. യെസ് ഗൈസ്, നമുക്ക് നമ്മുടെ പണി ഒന്നൊന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മിസ്റ്റി ഇപ്പോൾ ഓക്കെ മിസ്റ്റിയുടെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ ഗൈസ്, നമ്മുടെ പണി തീർന്നുണ്ട്. ഇനി നമുക്ക് ഓടി രക്ഷപ്പെടാം. നമുക്ക് വാതിലൊക്കെ ചുമ്മാ അടച്ചേക്കാം. വേഗം ഓടി രക്ഷപ്പെടാം ഗൈസ്, വേഗം ഓടി രക്ഷപ്പെടാം. ഓക്കെ, നമുക്ക് ഈ ഗേറ്റ് ചുമ്മാ നമ്മുടെ പണി നോക്കി പോകാം. ലല്ല ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, സോ ഇനി മിസ്റ്റിയുടെ ബർത്ത്ഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യട്ടെ. റൺ ബിഫോർ മിസ്റ്റി കംസ് ടു സെലിബ്രേറ്റ് ഹർ ബർത്ത്ഡേ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ് കത്തിച്ചോ. പാവം കേട്ടോ, ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ പറ്റില്ല. ഓഫ്, പാവം. ഓ യെസ്, നെക്സ്റ്റ് ലെവല് ടീച്ച് മിസ്റ്റി എ ലെസൺ ഷീ വിൽ നെവർ ഫോർഗെറ്റ്. പ്ലേസ് ഇനിയിപ്പോൾ ബുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ബുക്ക് എവിടെയാണ്? ടി വി റൂമിലോ? പ്ലീസ്, ബുക്ക് ടി വി റൂമിലാണ്, പക്ഷെ സ്പൈഡർ എവിടെയാണ്? Be careful, it bites. Find the spider. ഈ സ്പൈഡറിനെയൊക്കെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ്? ഹിൻഡ് ഷേട്ടാ. അപ്പം ഹിൻഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ തന്നെ കെയർഫുള്ളായിട്ട് കണ്ടുപിടിക്കണം. ഈ സ്പൈഡറൊക്കെ ഷെഡിലുണ്ടാവും. നമുക്ക് ആദ്യം അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർ കിട്ടി. ഇനി നമുക്ക് ഇതും കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് പുറത്ത് പോകാട്ടോ. പുറത്ത് പോയിട്ട് നമുക്ക് നോക്കാം എവിടെയാണെന്നൊക്കെ. ഗ്ലൗസ് വേണം. ഫൈൻഡ് ദ ഗ്ലൗ ആൻഡ് പിക്ക്. ഓഫ്, ഈ ഗ്ലൗസ് കണ്ടുപിടിക്കണ്ടേ? ഗ്ലൗ ഇപ്പം ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ്? ഒരൈഡിയ ഇല്ല. നമുക്കിപ്പോൾ തൽക്കാലം ഈ മാപ്പ് നോക്കാം. ഇവിടുന്ന് എവിടെ നിന്നെങ്കിലും കിട്ടിയാലോ? ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ പുള്ളിക്കാരി താഴത്തോട്ടാണ്. അപ്പോൾ നമുക്ക് അതേ വഴി മുകളിലോട്ട് പോവാം. ഇവിടെ നിന്ന് നമുക്ക് ഓക്കെ, നമുക്കൊരു സ്റ്റാറും കൂടി കിട്ടി. നമുക്ക് ഇനി നോക്കാം. എനിക്ക് സ്റ്റാർ കിട്ടിയതാ. ഞാൻ റിവീൽ ചെയ്യാനായിട്ട് 3 സ്റ്റാർസ് വേണം. നമുക്ക് തൽക്കാലം ഇവിടെയൊക്കെ നോക്കാം. ഇവിടെയൊന്നും സ്പൈഡറിനെയും കാണുന്നില്ല, ഒരു ഗ്ലൗവും കാണുന്നില്ല, ഒരു തേങ്ങയും കാണുന്നില്ല. സ്പൈഡർ അവിടെ ഉണ്ട്, പക്ഷെ ഗ്ലൗ ആണ് കണ്ടുപിടിക്കണ്ടേ. ഗൈസ് പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ നമുക്ക് ഇത് അടച്ചിട്ടിട്ട് ഇങ്ങോട്ട് എല്ലാം നോക്കാം. ഷെഡിൻ്റെ മേൽക്കൂലേക്ക് കയറിയിരിക്കാം. സ്പൈഡർ അവിടെ ഞാൻ കണ്ടു, പക്ഷേ
ഗ്ലൗ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പൊന്നെ, ഇനി ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആവും, കാരണം ഗ്ലൗ കണ്ടുപിടിക്കാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. ഇനിയിപ്പോൾ ടി വി റൂമിൽ തന്നെ ഗ്ലൗ ഉണ്ടാവുമോ? നോക്കിയാലോ, നോക്കാല്ലേ. ഇപ്പം നമ്മളെന്തായാലും സേഫാണ്, നമുക്ക് നോക്കാം. ഈ ചില്ലിന്ന് തന്നെ നമുക്ക് നോക്കാം. കേസ് ഇവിടെ എങ്ങൊന്നുമില്ല, ഇവിടെ എങ്ങൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഗ്ലൗ എവിടെയായിരിക്കും? ഒരു സ്റ്റാറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഹിൻറ്റ് എടുക്കാം. പക്ഷെ സ്റ്റാറും കൂടെ എവിടെയും കാണുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. ഈ സുള്ളിയുടെ താഴോട്ട് തന്നെ, അപ്പോൾ നമുക്ക് മുകളിൽ പോവാം. പുറത്തു പോവാണോ? ആ, പുറത്തു പോവാം. അപ്പം നമുക്ക് വേഗം ഗ്ലൗ കൊണ്ടുപിടിക്കാം. ഓഹ്, എൻ്റെ പൊന്നോ, ഈ കൂടൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്? പല സാധനം. അയ്യോ, ദേ വന്നി ഓടി രക്ഷപ്പെട്ടെ ഞാൻ ഓടി. ഗ്ലൗ കണ്ടുപിടിക്കാനായിട്ട് 2 സ്റ്റാർസേ ഉള്ളൂ, 3rd സ്റ്റാർ കിട്ടിയില്ല. ഇപ്പം ഷെഡിലുണ്ടാവുമോ? വേറെ മിനിറ്റ്, നമുക്കൊന്ന് ഷെഡിൽ പോയി നോക്കിയാലോ. ഷെഡ് ഇതാണല്ലോ, നമുക്ക് ഷെഡ് തുറന്ന് നോക്കാം. What is that? ഈ പുള്ളിക്കാരി പിന്നെയും പുറത്തോട്ട് എന്തിനാ വന്നേ? നമുക്ക് പുറത്തന്നെ നിൽക്കാം, പ്രശ്നം തോന്നുന്നില്ല. ഏണിയുള്ളത് എന്തുകൊണ്ടോ നല്ലത്. നമ്മൾ കാണാൻ പറ്റും ഗൈസ്. എനിക്ക് പേടിയാവുന്നു. ഒട്ടുക്കത്തെ സാധനത്തിന് എക്സസൈസ് ചെയ്യാൻ എപ്പോഴാണ് സമയം? എൻ്റെ കാര്യം തപ്പാ സമയത്ത് ബൈ ചെയ്യാൻ പറ്റുമോ? ആ, നമുക്ക് ബൈ ചെയ്യായിരുന്നല്ലേ. ഓ, സ്പൈഡറൊക്കെ എവിടെയാണെന്ന് എനിക്കറിയാം. നമുക്ക് ഇന്നത് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇനിയും ഇത് പുറത്ത് പോകണം, എന്നാലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നേ, സ്പൈഡർ ആ ഒരു റൂമിലാണ്, അതായത് ആ ക്യാറ്റിനെ ഇട്ട റൂമില്ല. ആ റൂമിൽ പോകണമെങ്കിൽ ആദ്യം ആ പുള്ളിക്കാരി പുറത്തോട്ട് വന്നു, എന്നാലേ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം അടച്ചിട്ടാലോ. അപ്പം എങ്ങനെ ഈ വോയിസ് ഇങ്ങോട്ട് വന്നു, നമുക്ക് എന്തായാലും ഇവിടെ വിളിച്ചിരിക്കാം. കാരണം നമ്മളെ കാണാൻ പറ്റും. നമ്മളെ കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. നമ്മളവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും സേഫ്. ഗ്ലൗ എന്തായാലും കിട്ടി. ഈ ആൾ താഴത്തോട്ട് വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുവാണ് ഈ സ്കെയർ ടീച്ചറിന് താഴെ ഒന്നുകൂടെ ഒന്ന് താഴെ വാ സ്കെയർ ടീച്ചർ പ്ലീസ്. സ്കെയർ ടീച്ചറിൻ്റെ അഭ്യർത്ഥന മാനിച്ച് താഴെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്കിവിടുന്ന് സേഫായിട്ട്
നേരെ ടോർച്ചർ റൂമിൽ പോവാം. അതിനുശേഷം ഇതല്ലേ സ്പൈഡർ. ഇതിനെന്താ ഞാൻ ചെയ്യണ്ടേ? ഗ്ലൂവോ? ഫൈൻഡ് സ്പൈഡർ. ദേണ്ടിരിക്കുന്ന സ്പൈഡർ. ഓക്കെ ഗൈസ്, ഇനി പുള്ളിക്കാരി മുകളിൽ പോവാതെ നമുക്ക് ഈ സ്പൈഡറിനെ ബുക്കിൽ വെക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മളത് കയ്യിൽ കടിക്കുമോ? ഇല്ലായിരിക്കും അല്ലേ? നമ്മുടെ പ്ലാൻ അനുസരിച്ച് എല്ലാം നടക്കുന്നുണ്ട്. നൗ ഷീ ഈസ് ഗോയിങ് ടു ഇതെന്താണ് ഇത്? ബാക്ക്വേർഡ്സോ? ബാക്ക്വേർഡ്സ് ഒക്കെ ആയിട്ട് നടക്കുന്നു. ഇനി മേളിൽ പോകണം, എന്നാലേ നമ്മുടെ അടുത്ത പണി നടക്കുകയുള്ളൂ. ഇതിപ്പം എന്തായാലും നല്ല ലോങ് ആയിട്ടാണ് കേട്ടോ. കാരണം ഒരു ചെറിയൊരു സംഭവം നമ്മൾ ചെയ്യുന്നത്. ഒരു ലെവല് കളിക്കാൻ നമ്മൾ 2 മിനിറ്റ് പോലും എടുക്കാറില്ല. പുള്ളിക്കാരി എന്താ ഇവിടെ വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോയത്? എന്തായാലും ആട്ടെ. ആ ബുക്കാണോ റീഡ് ചെയ്യുന്നത്? അല്ലായിരിക്കും അല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ തൽക്കാലം താഴെ പോവാം. അല്ല പുറത്ത് പോവാം. ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു ധൈര്യം കിട്ടുന്നില്ല. കാരണം പുള്ളിക്കാരി താഴെയാണ്, അതാണ് പ്രശ്നം. മുകളിലോട്ട് പോട്ടെ. സ്റ്റഡി റൂം. ഞാനിന്ന് സ്റ്റഡി റൂമിൽ ഇതുവരെയും പോയിട്ടില്ല ഗൈസ്. ഈ ടേബിളൊക്കെ ഞാൻ ഈ മാപ്പിലാണ് കാണാറ്, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഈ സ്കെയറി ടീച്ചറിലും എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് മോഡ് ഉണ്ടായിരുന്നതിൽ നമുക്ക് ഓരോന്നിങ്ങനെ നോക്കായിരുന്നു. ഓക്കെ ഗൈസ്, പുള്ളിക്കാരി ഉറങ്ങുക. കിച്ചണിൽ കയറിയിട്ടാണോടെ ഉറങ്ങുന്നത്? എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എൻ്റെ പണി ചെയ്താൽ പോരെ. എവിടെ ബുക്ക്? പണി കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആ ഒരു സംഭവം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഈ ഗ്ലൂ ഒക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അങ്ങ് നിൽക്കാം. ഇതെന്താ സ്റ്റഡി റൂമിലോട്ട് പോണേ? TV റൂമിൽ പോടേ. TV റൂമിലാണ് ബുക്ക് ഇരിക്കണേ. എന്തായാലും ആവട്ടെ. സ്പൈഡറൊന്നും ചാടാത്തെ? ഒത്താ ഇത്രയും നേരം കളിച്ചിട്ട് ഫെയിൽഡോ? അപ്പോൾ സ്റ്റഡി റൂമിലായിരുന്നു അതെല്ലാം? ഓ നോ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഒന്നോളം ചെയ്യാം. അല്ലാതെ വേറൊരു വഴിയും ഞാനിനി കാണുന്നില്ല. അപ്പോൾ ബുക്ക് TV റൂമിലല്ല, ബുക്ക് സ്റ്റഡി റൂമിലാണ്. എൻ്റെ പൊന്നോ, കളിക്കണ്ടേ? പോയിന്നുമില്ലേ? അത് ശരി. പിന്നെ ഞാനത് ഇങ്ങനെ കളിക്കാനാ? ഷടാ, എന്തായാലും ഗ്ലൗസ് മുകളിലില്ല, അപ്പം താഴെ തന്നെ ആയിരിക്കുമല്ലോ. പുള്ളിക്കാരി ഇപ്പം എന്തായാലും മുകളിലുമാണ്. നമുക്ക് കോളിംഗ് ബെൽ അടിച്ചാലോ? ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാം. നമ്മളെന്താ മട്ടം കളിപ്പിച്ചല്ലേ, നമുക്ക് കുറച്ച് നേരം നിർത്തിയിട്ട്. ഗ്ലൗ എടുക്കാൻ നമ്മുടെ കയ്യിൽ കോയിനും ഇല്ല, ഒരു തേങ്ങയില്ല. എന്നാ ചെയ്യും? ഈ 300 ഉണ്ടായിരുന്നു നമ്മുടെ
കോയിൻ എങ്ങനെയാണ് പെട്ടെന്ന് 0 ആയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെയോ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയതാണ് കണ്ടത്. ഇപ്പം ക്ലോത്ത് കൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്തായിരിക്കും ഈ ഗ്ലൗ ഇരിക്കുന്നത്. ഇതിപ്പോൾ ആകെപ്പാടെ സ്റ്റീവനും എന്തോടെ പാട്ട് വന്നു ജിമ്മി കയറിയിട്ട്. ഗൈസ്, ഈ ലെവൽ കളിച്ചു തീർക്കാൻ എന്തായാലും ഒരു ഇത്തിരി നേരം നമുക്ക് വേണ്ടി വരും. പക്ഷേ നമുക്ക് ഹിൻഡും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഹിൻഡ് യൂസ് ചെയ്യാം. എൻ്റെ പൊന്നെ, വൈൻഡപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോൾ. നമുക്ക് നോക്കാം. ഗ്ലൗ എവിടെന്നെങ്കിലും കിട്ടുമോ? എൻ്റെ പൊന്നെ, ഒരു ചെറിയ ഗ്ലൗ. ഗ്ലൗ ആണ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഈ ഒരു ലെവല് പാതിയാക്കിക്കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ് ഈ വീഡിയോ. കാരണം നമുക്കിനി ഇതിപ്പം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാർട്ട് 2 വേണ്ടി വരും. കാരണം ഒരുപാട് സമയമായി. ഞാനിപ്പോൾ ഇപ്പോഴും 3:39 ആയി. ഞാൻ ഇതിനു മുന്നേ ഇരുന്നാണ് റെക്കോർഡ് ചെയ്യാൻ. ഇത്ര നേരം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ എനിവേ, നമുക്ക് ഇത് പാർട്ട് 3 കയറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ വരെയായിരിക്കും. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.